സുമമേ സുഖമേ തിരുസേദി സുബ്ഹാന്റെ സ്നേഹവാരിധി. ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഞങ്ങളൊരു ഫീൽഡിൽ. വല്ലാത്തൊരു അംഗീകാരം അൽഹംദുലില്ലാഹ് എനിക്ക് ഈ ഒരു അവസാനത്തെ സാഹിത്യോത്സവിൽ നേടിയെടുക്കാൻ സാധിച്ചു. നമ്മളെ കഴിവ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് ഏത് നിലക്കാണെങ്കിലും. ആർക്കൊന്നും തിരിയണില്ല. പാട്ടെഴുത്തിൽ പകരം വെക്കാനില്ലാത്തൊരു രാജാവാണ് മുസ്താദ്. ഖവാലിയിൽ മാത്രമേ ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ കൊല്ലം. ഒരു ടാലന്റിനെ ഞാൻ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്. കോയി ദുനിയായ് അതാ മേ നഹി ഹം താ തേരാ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളാണ് ആ ആളെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കൂ, ആ ആളെ നിങ്ങൾ എന്തുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്നില്ല എന്നുള്ളത്. ആ ആളെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലും അതുപോലെ തന്നെ മധുവേദികളിലൊക്കെ മായാജാലം കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. കൂടുതൽ ആളുകൾ ആളെപ്പറ്റി പറഞ്ഞ് വാചാലനാകുന്നില്ല, ആളെ തന്നെ നേരിട്ട് സ്വാഗതം ചെയ്യാം. ഏറെ സന്തോഷത്തോടെ ഹാഫിൽ ഷബീർ അലിയെ മാദിൻ അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ ഒരു ഇതിലേക്ക്. ഷബീർ ഉസ്താദ് അസ്സലാമു അലൈക്കും. എന്താണ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇരിക്കണത്? നിങ്ങളെ എപ്പോൾ കാണുമ്പോഴും ഈ ഒരു ചിരിച്ച മുഖത്തോടെ ഞങ്ങളെ കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ ചോദ്യം എന്നല്ല, ഈ ഒരു ചിരിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താ? ഒന്നാമതിപ്പോൾ നിങ്ങൾ മെയിനായിട്ടൊരു ചെറിയ വിറ്റടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുവേദി കയറി മായാജാലം കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അതിന്റെ പൊലിവിലൊന്ന് അതൊരു ഇതാണ്. മധുവിലേക്ക് ഞാൻ വരാം. മധു നമ്മളെ ഒരു അവിടെ നിൽക്കട്ടെ. മധുവിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ആരാണ് ഷബീർ അലി? ഒരുപാട് ആൾക്കാർക്ക് ഹാഫിൽ ഷബീർ അലി, പാട്ടുകാരൻ ഷബീർ അലി, ദഫ് കൂട്ടുന്ന ഷബീർ അലി, ഹത്തീബ് ഷബീർ അലി, അങ്ങനെ പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ശരിക്കും ആരാണ് ഷബീർ അലി? അതൊന്ന് പറയാം. ശരിക്കും ഞാനാണ് ഷബീർ അലി. അത് ഭയങ്കര ഷബീർ ഉസ്താദിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു സരസമായ രീതിയിലാണ് നിങ്ങളെല്ലാ സംസാരങ്ങളും ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ കേട്ട സംസാരങ്ങളൊക്കെ സരസമായി, അതിൽ കുറേ നർമ്മം ചാലിച്ച് ചിരിച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഷബീർ അലി ആരാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അതായത് എൻ്റെ നാട് പേര് പിന്നെ പറയണ്ടല്ലോ, നേരത്തെ കുറേ പറഞ്ഞില്ലേ. നാട് എടപ്പാളിനടുത്ത് പോത്തന്നൂർ എന്ന് പറയും. അവിടെ ഉണ്ട് നാട്. വീട്ടിലാരെങ്കിലും? വീട്ടിൽ ഉമ്മ അപ്പ, പിന്നെ ഒരനിയനുണ്ട്, 3 അനിയത്തികളുണ്ട്. ഈ എടപ്പാളിൽ പോത്തന്നൂരുള്ള ഷബീർ അലി മഅ്ദിനിലേക്ക് എത്തിയത് അതിൻ്റെ ശേഷമാണ് ഷബീർ അലി എന്ന് പറയുന്ന എടപ്പാളുകാരൻ്റെ ജീവിതം മുഴുവനായിട്ട് മാറി മറിഞ്ഞത്. മതിലെത്തുന്നതിന് മുൻപ് ഒരു ഷബീർ അലി ആയിരുന്നു, എടപ്പാളുള്ള ഒരു ഷബീർ അലി, അത്രേ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ ഈ ലോകം അറിയപ്പെടുന്ന ഒരു ഷബീർ അലി ആയത് മതിൽ വന്നതിന് ശേഷമാണ്. മതിലിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? മതിലിലേക്കുള്ള വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ ഫാമിലിയിൽ മൊത്തം 5 ബ്ലൈൻഡാറാണ് ഉള്ളത്. 5 കാഴ്ചയില്ലാത്തവർ ഞങ്ങളെ ഫാമിലിയിലുണ്ട് ഇപ്പോൾ ടോട്ടൽ കേട്ടോ. അന്ന് എൻ്റെ ഒരു അമ്മോനും പിന്നെ ഞാനും. അപ്പം പഠനത്തിനെ കുറിച്ചുള്ളൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ ആ ഒരു സംഗതി ഒന്നും ഇപ്പോൾ അമ്മോൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടുകാർ കണ്ടതുകൊണ്ട് അങ്ങനെ സാധനങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ വീട്ടുകാർ, പ്രത്യേകിച്ച് എൻ്റെ അപ്പ നല്ല സംഘടനാ പ്രവർത്തകനാണ്. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുസ്ലിം ജമാഅത്തിൻ്റെ സോണിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ നല്ല നിലയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സജീവ സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമ്മളെ ദീനെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഒരു കാഴ്ചയില്ലാത്ത ആൾക്ക് പഠനം കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എത്തിപ്പെട്ടതാണ് ഇവിടെ സ്ഥാപനത്തിൽ. ഒരു പത്രത്തിലെങ്ങാൻ കണ്ടതാണെന്നാണ് ഇപ്പം എന്നോട് പറഞ്ഞതായിട്ട് ഓർക്കണത്. അങ്ങനെ അതുവഴി ഞാനിങ്ങനെ എത്തിപ്പെട്ടു. ഏത് ക്ലാസ്സിലേക്ക് കയറും? ഞാൻ 1ാം ക്ലാസ്സിലേക്ക് വന്നു. 1ാം ക്ലാസ്സിലേക്ക് ഇവിടെ വന്നതാണ്. പിന്നെ ഇവിടെ പോയിട്ടില്ല? ഇല്ല, 6ാം വയസ്സിൽ ഇവിടെ വന്നതാണ്. ഓക്കെ. അപ്പം മതിൽ വന്നപ്പോൾ മതിൽ നമുക്കറിയാം ഭിന്നശേഷി
ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല, പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നുള്ളതാണ് നമ്മൾ പറയാറ്. അപ്പം ഈ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഏബിൾ വേൾഡിൽ ഉള്ള കുട്ടികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ പഠിക്കുന്ന, പല രീതിയിലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ പഠിക്കുന്നു. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പം ഉസ്താദിൻ്റെ ഒരു പാരാമൈസിലാണ് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ ഒരു മോട്ടിവേഷനും ഉസ്താദിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു തുടക്കം മുതൽ? അതായത് ഉസ്താദ് എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ പിന്നിൽ എന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ തള്ളാനുണ്ടായിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഷബീർ അലി, ഒരു പക്ഷേ എന്നല്ല, ഈ ഷബീർ അലി ഉണ്ടാവില്ലായിരുന്നു. മീൻസ് ഉസ്താദിൻ്റെ ആ ഒരു, നമ്മൾ പ്രത്യേകിച്ച് ഉസ്താദിനെ അറിയണവർക്കൊക്കെ അറിയാം, ഉസ്താദ് എന്തെങ്കിലും ഒരു ചെറിയ കഴിവ് ആരെങ്കിലും കയ്യിൽ കണ്ടാൽ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. എന്നുവെച്ചാൽ ഓലെങ്ങനെ പിടിച്ച് കയറ്റും, ഓരോ വലിയ രാജാക്കന്മാരൊക്കെയാണെന്ന് വിചാരിച്ചു പോകുമ്പോൾ. അപ്പം അങ്ങനെ ഒരു സംഗതിയാണ് എൻ്റെ ഇതിലുണ്ടായത്. ഇപ്പം കുറച്ച് അത്യാവശ്യം നല്ലൊരു തൊണ്ടുള്ള ഒരാളാണ് ഞാൻ. മീൻസ് പാടാനും ഓതാനൊക്കെ കുഴപ്പമില്ല, നല്ല അൽഹംദുലില്ലാ നല്ല സൗണ്ട് പഠിച്ചവൻ തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കഴിവ് ഞങ്ങൾ ഉസ്താദുമാരും വിശിഷ്യ ഉസ്താദും അറിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഈ കിട്ടിയൊരു വലിയ വേദി പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുമ്പ് വേദികളൊക്കെ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പറയാം, ആ ചോദ്യം വരുമ്പോൾ ഞാൻ പറയാം. പക്ഷേ എനിക്ക് മറക്കാനാവാത്തൊരു വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉസ്താദിൻ്റെ ഉപ്പാൻ്റെ ആണ്ടിന് ഒരിക്കൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഏകദേശം ഒരു 4ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ് എൻ്റെ ഓർമ്മ. അത്രയും ചെറുപ്പത്തിൽ ഉസ്താദിനെ വിളിച്ചിരുന്നു. അവിടുന്ന് ഞാൻ പാട്ടൊക്കെ പാടി ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ആ ഒരു വേദി എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വലിയ പ്രചോദനം ഉണ്ടാക്കിയൊരു വേദി, വലിയൊരു മോട്ടിവേഷൻ തന്നത് ആ ഒരു വേദിയാണ്. ശരിക്കും ഈ ഒരു കഴിവ് ഉസ്താദ് കണ്ടെത്തിയത് 4ാം ക്ലാസ്സിൽ ആ സമയത്താണെന്ന് പറഞ്ഞു. ഹാഫിൽ ആവണം അല്ലെങ്കിൽ എനിക്ക് ഖുർആൻ മനപ്പാടാക്കണം എന്നുള്ളൊരു തോന്നല് വീട്ടിൽ നിന്ന് ഉപ്പാൻ്റെ അടുത്തുനിന്ന് വന്നതാണോ, അതോ നിങ്ങൾക്ക് സ്വയം തോന്നിയതാണോ, അതോ ഉസ്താദുമാർ പറഞ്ഞിട്ടാണോ? പ്രത്യേകിച്ച് എൻ്റെ വല്ലിപ്പം ഹയാത്തില്ല, അല്ലാഹു തആല ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ഉപ്പ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ ഹിഫ്ള് പഠിക്കണം, ഹാഫിളാവണം. അങ്ങനെ ഉപ്പാൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഉള്ളിലേക്ക് പകർന്നു തന്നൊരു ആഗ്രഹം എന്നുള്ള എനിക്ക് പറയാം. അങ്ങനത്തെ ഒരു സംഗതിയാണ് ഈ ഹിഫ്ള്. വലിപ്പ വഴി എനിക്ക് പകർന്നു കിട്ടിയൊരു ആശയമായിരുന്നു, ഒരാഗ്രഹമായിരുന്നു ഹിഫ്ള് ചേരുക എന്നുള്ളത്. പക്ഷേ ഞാൻ ഹിഫ്ളിക്ക് ചേരുന്നതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ വലിപ്പ വഫാത്തായി പോയി എന്നുള്ളതാണ്. പിന്നെ മഅദിനിൽ നമ്മളെ ബ്ലൈൻഡ് സ്കൂളിൽ അന്ന് ബ്ലൈൻഡ് സ്കൂളാണ്, ഇപ്പം വിഷ്വലിംപേർഡ് VI സ്കൂൾ. അപ്പം അന്നത്തെ ബ്ലൈൻഡ് സ്കൂളിൽ ഞാൻ 8 വർഷം പഠിച്ചു. 8 വർഷം പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ക്ലാസ് വരെ ബ്ലൈൻഡ് സ്കൂളിലും 8ൽ MSPയിൽ പോയിട്ട്, മലപ്പുറം MSPയിൽ പോയിട്ട് അവിടെ നിന്ന് പഠിച്ചു, ബ്ലൈൻഡിൽ നിന്നിട്ട് പഠിച്ചു. അങ്ങനെ 8ാം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ ഹിഫ്ളിക്ക് കയറുന്നത്. അപ്പോൾ വല്യപ്പ ഉണ്ടാക്കി തന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം അത് അത്രയും ഇങ്ങനെ കൊണ്ടു കടന്ന് 8ലെത്തിയതിന് ശേഷം ഹിഫ്ളിലേക്ക് മാറി. ആ ഹിഫ്ള് കാലത്തെ പഠനം എങ്ങനെയായിരുന്നു? കാരണം ഇപ്പം നമുക്കറിയാം, കാഴ്ചാപരിമിതി ഉള്ള ഒരാൾ പഠിക്കുന്ന എന്തായാലും ബ്രെയിൽ ലിപി ഉപയോഗിച്ചിട്ട് മനപ്പാടാക്കിക്കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളും കേട്ടുകൊണ്ടാണ് പഠിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ഹിഫ്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഖുർആൻ മനപ്പാടാക്കുക എന്ന് പറയുമ്പം, ഇപ്പം കാഴ്ച ശേഷിയുള്ള ഒരാളാണെങ്കിലും ഖുർആൻ മനപ്പാടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്, ടാസ്ക്കാണ്. കാരണം ഖുർആൻ മനപ്പാടാക്കുക എന്ന് പറയുന്നത് അൽഹംദുലില്ലാ അതൊരു കഴിവാണ്, അതെല്ലാവർക്കും അങ്ങനെ കിട്ടിക്കോണമെന്നില്ലല്ലോ. അപ്പം അത് ഷബീർ ഉസ്താദ് ഒരു ഹാഫിൾ ആവണം അല്ലെങ്കിൽ ഹാഫിൾ ആവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തപ്പം മുന്നിലുണ്ടായിരുന്ന കുറേ വെല്ലുവിളികളും ഉണ്ടായേക്കാം. എങ്ങനെയാണ് ആ പഠനം, എങ്ങനെയായിരുന്നു ഹിഫ്ള് പഠനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഉസ്താദുമാരും എനിക്ക് തന്നിട്ടുള്ള ഒരു എന്താ പറയുക മോട്ടിവേഷൻ എന്നുള്ളതിൽ അപ്പുറത്തേക്ക് എന്താ പറയുക പിടിച്ചിരുത്തി പഠിപ്പിക്കണ ആ ഒരു സംഗതി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം അൽഹംദുലില്ലാ ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഹിഫ്ള് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പിന്നെ അറിഞ്ഞതാണ് ഹോളി ഖുർആൻ ഫെസ്റ്റിവൽ. അങ്ങനെ ഒരുപാട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഖുർആൻ ഓതൽ അല്ലെങ്കിൽ ഖുർആൻ റീഡിങ് മത്സരങ്ങൾ.
അങ്ങനെയുള്ള മത്സരങ്ങളിലേക്കൊക്കെ കേരളത്തിനെ പ്രതിനിധീകരിച്ച് പോയിട്ടുണ്ട്, ആ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയിട്ടുണ്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു ഭാഗ്യമാണ്. ഓ അൽഹംദുലില്ലാ. ഇതിൻ്റെയൊക്കെ പിറകില് ഉസ്താദാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു, ഒരു സംശയമില്ല. ഒരു സംശയമില്ല ഉസ്താദാണെന്ന് പറഞ്ഞു. ഈ അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള മത്സരങ്ങളിലൊക്കെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തൊക്കെ പോകുമ്പോൾ, അതിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെട്ടത്, മത്സരങ്ങളിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ആ അന്താരാഷ്ട്ര മത്സരത്തിന്റെ ഓർമ്മകളൊക്കെ ഒന്ന് എത്തിപ്പെടുക എന്നുള്ളത് അതും ഉസ്താദ് വഴിയാന്ന് തന്നെ പറയാം. അതെ. ഉസ്താദ്മാര് വിശിഷ്യ വലിയ ഉസ്താദ് ഉസ്താദ്മാരെന്നെ പങ്കെടുപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിൽ പങ്കെടുത്തത് എന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ ഒരിക്കൽ അപ്പോൾ ദുബായ് ഹോളി ഖുർആൻ മത്സരത്തിന് ഞാൻ പോയല്ലോ. അതെ അതെ അതെ. അതെന്താണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഖുത്തുബ ഓതിയ സമയത്ത് ആ ഖുത്തുബൊക്കെ കേട്ട് ഉസ്താദിന് ഭയങ്കര ഹാപ്പിയായി. ഉസ്താദ് ഒരിക്കൽ വിളിച്ച്, ഒരിക്കൽ രാവിലെ ബഷീർ ഉസ്താദിൻ്റെ സബക്കിന് ഇരിക്കുമ്പോൾ ഉസ്താദ് വിളിച്ചിട്ട് ഒരുപാട് പറഞ്ഞു, ഖുത്തുബ നന്നായിട്ടുണ്ട്, പിന്നെ അന്നത്തെ ന്യൂസ് ചാനലുകളെ മുമ്പിൽ നിന്നതും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് ഒരുപാട് സംസാരിച്ച ശേഷം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്ത ഹോളി ഖുർആൻ മത്സരത്തിന്, ദുബായ് ഹോളി ഖുർആൻ മത്സരത്തിന് ഷബീർ പോകണം. അങ്ങനെ ഉസ്താദിൻ്റെ ഒരു എന്താ പറയുക നിർദ്ദേശപ്രകാരം പോയതാണ്. പോകുമ്പോഴും ഇനി മത്സരത്തിന് ശേഷവും ഉസ്താദ് എന്താ പറയുക പിന്തുണക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്താ അങ്ങനെ ആയിപ്പോയി, അങ്ങനൊരു സംഗതിയൊന്നും ഉസ്താദിൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. കൂടുതൽ ഉസ്താദ് നമ്മൾ ഏതവസരത്തിലാണെങ്കിലും ഉസ്താദിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ടോക്ക് ഉണ്ടാവാറില്ല. എപ്പോഴും ഉഷാറാവണം. ഇപ്പോൾ ഈ ഒരു മത്സരം കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരു ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഉസ്താദ് ആ സമയത്തും മാഷാ അല്ലാഹ് ഇതുവരെ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ, ഇതുവരെ പങ്കെടുക്കാൻ കഴിഞ്ഞതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഷബീർ കാണണം, ആ രീതിയിലുള്ളൊരു സംസാരമാണ് ഉസ്താദിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങളെ മറ്റു ഉസ്താദ്മാരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ എന്താ പറയുക ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നതിൽ ഉസ്താദിൻ്റെ പങ്ക് ചെറുതല്ല എന്ന് വേണം പറയാൻ. ഷബീർ അലി എന്ന് പറയുന്ന ഒരു അടുപ്പാളുകാരനെ ഹാഫിൽ ഷബീർ അലി ആക്കിയതും അറിയപ്പെടുത്തിയതിൻ്റെയും പ്രധാന കാരണം മെയിൻ ക്രെഡിറ്റ് ഉസ്താദിന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ പോകുന്നുള്ളൂ. അത് തന്നെയാണ് വലിയൊരു, എനിക്ക് തോന്നുന്നു ഷബീർ അലിനെ ആളുകൾ ഇത്രയും സ്നേഹിക്കുന്നതും ഒരുപക്ഷെ ആ ഒരു അൽഹംദുലില്ലാ ഇതുകൊണ്ട് തന്നെയാണ്. ഇനി നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞു ഖുതുബ ഓതിയ കാര്യം പറഞ്ഞു, അതിലേക്ക് ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നിരുന്നത്, എല്ലാ റമദാൻ മാസങ്ങളിലും മഅദിൻ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ ഖുതുബ അല്ലെങ്കിൽ ആദ്യത്തെ ജുമക്ക് നേതൃത്വം നൽകേണ്ടത് അത് നിങ്ങളാണ്. ഷബീർ ഉസ്താദും ഉമർ സിനാൻ ഉസ്താദിനൊക്കെ പോലെയുള്ള ആളുകളാണ്. അതെ, ആ മൂവർ സംഘമാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ആ ഖുതുബയുടെ കാര്യങ്ങളിലേക്ക് വരുന്നത്, അത് ഉസ്താദ് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ്. കാരണം അവരെ ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഉസ്താദിന്റെ ഒരു ഭയങ്കര ഒരു നീയത്തിന്റെ പുറത്താണ് അത്. അതുപോലെ കുറെ ഉദാഹരണങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പറയണ്ടാവും. ഇപ്പൊ നിങ്ങളെ കാലത്ത് പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പഠന സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ, ഇപ്പൊ റഫീദ റുഫൈദ, അതുപോലെ നമ്മളെ ജലാലദനി, നാസിഹദനി, അങ്ങനെ കുറെ ഒരുപാട് സ്റ്റാറുകൾ ഉസ്താദ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഞങ്ങളൊരു ഫീൽഡിൽ, ഞങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ഉസ്താദ് ഒരുപാട് എന്താ പറയുക നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയെടുത്തേക്കണേ. ശരിക്കും നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ മുത്തുകളാണ് അതിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിന് ലോകത്തേക്ക് കൊടുത്ത മുത്തുകളാണ്. ഇപ്പം ഷബീർ ഉസ്താദാകട്ടെ, സാദിഖ് ഉസ്താദ്, നാസിർ, ജലാൽ ഉസ്താദ്, റഫീദ റുഫൈദ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിലൊരു ഭാഗമായത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് സന്തോഷിക്കണം. നമ്മൾ വന്നത് ആ ഒരു ഖുതുബയിൽ അപ്പൊ അതേപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാരായ അപ്പം ഇനി വളർന്നു വരുന്ന ആളുകൾ ഒരുപാട് വേറെയുണ്ട്. ഇപ്പൊ നേരത്തെ ഉമർ ലക്സം സിനാനൊക്കെ പറഞ്ഞ പോലെ തന്നെ ജൂനിയർ ആയിട്ട് ഇപ്പൊ നിലവിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഇവർക്കൊക്കെ ഉസ്താദ് തരുന്ന ഒരു സപ്പോർട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഖുതുബയിലേക്ക് തന്നപ്പം ആദ്യമായിട്ട് ഉസ്താദ് പറഞ്ഞ സമയത്ത് ഫസ്റ്റ് ഇങ്ങനെ ജുമാക്ക് നേതൃത്വം കൊടുക്കണം എന്ന് ഷബീർ ഉസ്താദിനെ വിളിച്ചു പറയുന്ന ഒരു സമയത്ത്, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫീൽ എന്തായിരുന്നു? പേടിയായിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിരുന്നു. അതെ, എനിക്കൊന്നും ഇപ്പം ബാക്കിയുള്ളവരെ ടോക്ക് ഓരോ ഇടയിലൊരു സംസാരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല,
നിങ്ങളാരും കാണുന്നില്ലല്ലോ, ആ ഒരു സംഗതിയാണ്. കണ്ടാലാണല്ലോ നമുക്ക് സഭാകമ്പം വരുള്ളൂ. അതാണ് അങ്ങനത്തെ ഒരു ഇതാണ് വരിക. പക്ഷെ എൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോണ എല്ലാ കാര്യത്തിലേക്കും വരും പേടിയാണ്, ഭയങ്കര ബേജാറാണ്, നെഞ്ചങ്ങനെ ഇടിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, നമ്മളിപ്പം കയറാൻ പോണ ഒരു സ്റ്റേജ്, അതാണ് എൻ്റെ മൈൻഡിൽ വരിക. അത് എത്രത്തോളം വലിയ സ്റ്റേജാണ്, അത് എത്രത്തോളം വലിയ നിലയാണ് എന്നുള്ള ഒരു സംഗതിയാണ് എൻ്റെ മൈൻഡിൽ വരിക. അത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു പോയാലോ എന്നുള്ള ഒരു പേടി, ആ ഒരു പേടിയാണ് വരിക. സഭാകമ്പം എനിക്ക് സഭാകമ്പം നമുക്കില്ല അല്ലേ, സഭാകമ്പല്ല, എന്തായാലും ഇങ്ങനൊരു സാധനം ഉണ്ടാവും. ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ, സഭാകമ്പം നമുക്കില്ല. ഇതിനും സഭാകമ്പം എന്ന് പേരിടാൻ പറ്റുമോന്നും അറിയില്ല കേട്ടോ. ആ രീതിയിൽ ആദ്യമായിട്ട് ഖുതുബ കഴിഞ്ഞിറങ്ങിയപ്പോൾ തോന്നിയത്, കാരണം ഞാൻ ഇവിടുന്ന് നടക്കുന്ന എല്ലാ റംസാനിലെ ഖുതുബകളിലും ഷബീർ ഉസ്താദിന്റെ ഖുതുബ കാണുമ്പം റംസാനിലെ ആദ്യത്തെ ദിവസം ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ നിരവധി ജനങ്ങൾ. കാരണം റംസാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എല്ലാവർക്കും സ്പെഷ്യലാണ്, മതിലേക്ക് വരുന്ന ആളുകൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം അവർ കാണുന്നത് ഷബീർ ഉസ്താദ് ഖുതുബ വായിക്കുന്നു, ആ ഖുതുബ ഓതുന്നു, നിസ്കാരത്തിന് നിർത്തുന്നു, ആ മധുരമായിട്ടുള്ള ശബ്ദത്തിലൂടെയുള്ള ഖുർആനോത്തും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇരുന്നു പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്ന് കാര്യങ്ങൾ പറയാറുണ്ടാവും, നന്നായിട്ടുണ്ടായിരുന്നു, മാഷാ അല്ലാഹ് ഉഷാറായിരുന്നു എന്നൊക്കെ പറയാറുണ്ടാവും. ഫസ്റ്റത്തെ ഖുതുബ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ നേരത്തെ പറഞ്ഞു ഉസ്താദ് അഭിനന്ദിച്ച കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ഫസ്റ്റത്തെ ഖുതുബ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഉള്ളൊരു എന്താ പറയാ, ഒരു പ്രത്യേകതരം ഫീലാണ്. സന്തോഷമാണോ അതോ എന്താ പറയാ, എന്തോ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ ഒരു സംതൃപ്തിയാണോ, പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റാത്തൊരു, പറഞ്ഞറിയിക്കാനാവാത്തൊരു ഫീൽ ചെയ്യുന്ന ആ സമയത്ത്. പിന്നെ ന്യൂസ് ചാനലും ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയല്ലോ, അപ്പോൾ പിന്നെ അങ്ങോട്ട് പോപ്പുലറായി അല്ലേ, ആരും മൈൻഡായി. പിന്നെ ആ ഒരു മൈൻഡായി. വീട്ടുകാരുടെ സപ്പോർട്ട് ഇതിൽ ഏറ്റവും വലിയ കാര്യമാണ്, പറയാനുണ്ടോ ഒരുപാട്. അതെ, കാരണം ഇപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പം എന്ന് പറഞ്ഞിട്ട് ഉപ്പയും ഉമ്മയൊക്കെ വിളിച്ച് ആ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഇത് കഴിഞ്ഞ് ഉപ്പാനെ വിളിച്ച് പറഞ്ഞപ്പം ഒരുപാട് എന്നുവെച്ചാൽ ഒരുപാട് ദ്വാരന്ന് തരികയാണ്. ഇപ്പം ഇമ്മയൊക്കെ നമുക്ക് ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ദ്വാരക്കാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സുഖം, പിന്നെ എന്താ പറയുക, ചെറുപ്പം മുതലേ എൻ്റെ ഓരോ കാര്യങ്ങളിലും ഉസ്താദിനോട് കൂടെ പറയാൻ പറ്റുന്ന ഒരു ആളായിരുന്നു എൻ്റെ വല്യപ്പ സ്ഥാപനത്തേക്ക് കൊണ്ടാക്കണ ആ ഒരു രംഗമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ബസ്സിൽ നിന്ന് കരയും, നന്നായിട്ട് കരയും. ഇങ്ങോട്ട് വരുന്ന മെച്ചിനെ കാണുന്ന പറഞ്ഞാൽ അത്യാവശ്യം കരയും. അപ്പോൾ എന്താ പറയുക, കണ്ടക്ടർ മൂപ്പർക്ക് ഒരു മനസ്സലിവൊക്കെ തോന്നിയിട്ട് പനോട് ചോദിക്കും, നിങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയിക്കോളി, ഇപ്പോൾ തിരിച്ച് കൊണ്ടുപോയിക്കോളി, ഇനിയിപ്പോൾ നാളെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കൊടുന്നാൽ പോരെ, കുട്ടി കരയണുണ്ടെങ്കിലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ പറയേണ്ട ഒരു കാര്യമാണ്, അതിനിപ്പോൾ നാളെ കൊടുന്നാലും ഇങ്ങനെ തന്നെയാണ്, ഇപ്പോൾ പോയാൽ അതുകൊണ്ട് കഴിയും, അതുകൊണ്ട് പഠിച്ചോട്ടെ, ആ ഒരു മൈൻഡിലാണ് ഇപ്പം ഉണ്ടാവുക. അപ്പോൾ ഇപ്പപ്പാൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രയത്നം അങ്ങനെ തന്നെ പറയണം, അത്യാവശ്യം ചവിട്ടൊക്കെ കിട്ടിയാണ്. അപ്പോൾ ആ ഒരു പ്രയത്നം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അൽഹംദുലില്ലാ ഈ ഒരു നിലയിൽ എത്തിപ്പെടാൻ സാധിച്ചത് എന്ന് പറയാം. രക്ഷിതാക്കളുടെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു നിലയിലിരിക്കുന്നത്. വീട്ടിൽ നിന്നുള്ള പ്രധാന സപ്പോർട്ട് ഉപ്പപ്പായിരുന്നു. പിന്നെ ഇപ്പപ്പാൻ്റെ മരണശേഷം ഇപ്പം അതിനു മുമ്പ് ഗൾഫിലായിരുന്നു, പിന്നെ ഗൾഫൊക്കെ നിർത്തി, പിന്നെ എന്നെ കൊണ്ടെടുക്കലും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ആയി. അങ്ങനെ ഇപ്പാൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വരാൻ പോണ വിഷയമാണ്, എന്നാലും ചാടി കിടക്കാം. സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കണ ആ ഒരു കാര്യങ്ങളും സാഹിത്യോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നതിലും ഇപ്പാൻ്റെ ആ ഒരു സംഗതിയൊക്കെ വളരെ വലുതാണ്. ഇപ്പാൻ്റെ ഒരു അധ്വാനം, എന്നെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമവും സംഗതിയൊക്കെ ഇപ്പാൻ്റെ അടുത്ത് നിന്നുണ്ടായതാണ്.
ഇപ്പം നമ്മൾ മതിലേക്ക് എത്തിയ എടപ്പാൾ എന്നുള്ളൊരു ഷബീർ അലീനെ ഹാഫിൽ ഷബീർ അലി ആക്കിയ ഒരു കഥ വരെ നമ്മൾ സംസാരിച്ചു. മതിലേക്ക് എത്തിയതും ലോകത്തറിയപ്പെട്ടു. ഇനി ഇതിലൂടെ വളർന്നു വന്നതാണ് ഷബീർ അലി എന്ന് പറഞ്ഞ ഒരാൾ. നേരത്തെ പറഞ്ഞു മദിനാണ് പ്രധാന ഒരു വളർന്ന കേന്ദ്രം. പ്രധാന അങ്ങനെയല്ല, മദിന തന്നെയാണ്. മദിനാണ് വളർത്തിയത്. വളർത്തിയത് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതലും അതിലേക്കായിരുന്നു. സംശയം ഉണ്ടല്ലോ, 6-ാം വയസ്സിൽ ഇവിടെ വന്നല്ലേ. അപ്പം ഇപ്പൊ 24 വയസ്സായി. അതെ, അപ്പൊ ഉസ്താദും മദിനും തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ആൾക്കാരും. അതിൽ നിന്ന് വളർന്നിട്ട് സാഹിത്യോത്സവ വേദിയിലേക്ക് എത്തിയപ്പോൾ അവൾ സ്വാഭാവികമായിട്ടും പാട്ട് പാടുന്ന ഒരാളാണ്, ഖുർആൻ നന്നായിട്ട് ഓതുന്ന ആളാണ്. അങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്താൽ വിജയിക്കുമെന്ന് അറിയുന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും സാഹിത്യോത്സവ വേദികളിൽ മത്സരിച്ചിട്ടുമുണ്ട്. നമ്മൾ നിരവധി പ്രാവശ്യം കണ്ടതാണ് ഷബീർ ഉസ്താദിന്റെ സാഹിത്യോത്സവ വേദികളിലെ മാസ്മരിക പ്രകടനങ്ങൾ. മായാജാലത്തേക്ക് വരാം. ഈ സാഹിത്യോത്സവ വേദിയിൽ ഇപ്പൊ ഈ കഴിഞ്ഞ സാഹിത്യോത്സവം കഴിഞ്ഞ പാലക്കാട് വെച്ച് കഴിഞ്ഞ സംസ്ഥാന സാഹിത്യോത്സവം അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു, എന്റെ ഇത്ര കാലത്തെ സാഹിത്യോത്സവ യാത്രക്ക് ഇന്നിവിടെ പര്യവസാനം കുറിച്ചിരിക്കുന്നു. അവസാന സാഹിത്യോത്സവത്തിന്റെ ഒരു ഓർമ്മകൾ. സത്യം പറഞ്ഞാല് ഉള്ളു നിറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. ഇപ്പം ഒരു മൊത്തത്തിൽ സാഹിത്യോത്സവിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സൗഹൃദ വലയങ്ങളെ സാഹിത്യോത്സവം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒരുപാട് സൗഹൃദ വലയങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ ആ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പാട്ടിൻ്റെ മത്സരങ്ങളിലാണല്ലോ സാഹിത്യോത്സവത്തിൽ കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത്. പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടച്ച് കൂടുതലായിട്ട് സാഹിത്യോത്സവം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അവസാനത്തെ സാഹിത്യോത്സവത്തിലാണെങ്കിലും ഇപ്പം കവാലിയിൽ മാത്രമേ ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ കൊല്ലം. അത് എന്നുവെച്ചാൽ എൻ്റെ ഒരു പാഷനാണ് കവാലി. ഉറുദു പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കവാലി സെലക്ട് ചെയ്ത് കവാലിക്ക് ഫോക്കസ് ചെയ്ത് അങ്ങനെ മത്സരിച്ചിരുന്നത്. അപ്പം അൽഹംദുലില്ലാഹ് നല്ലൊരു അംഗീകാരം എനിക്ക് എൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഉറുദു പാട്ട് അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എന്താ പറയുക, വല്ലാത്തൊരു അംഗീകാരം അൽഹംദുലില്ലാഹ് എനിക്ക് ഈ ഒരു അവസാനത്തെ സാഹിത്യോത്സവിൽ നേടിയെടുക്കാൻ സാധിച്ചു. ഇനിയിപ്പം ഞാൻ ആ പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ല നിയമസാധ്യതയും വന്ന് സാഹിത്യോത്സവ പ്രായപരിധി വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും വരും. ഒരു മടിയുമില്ല. ഇൻഷാ അല്ലാഹ് നാഷണൽ സാഹിത്യോത്സവം സത്യം പറഞ്ഞാൽ ഇക്കൊല്ലത്തിന്റെ സ്വപ്നഭൂമിയിലാണ് നടക്കുന്നത്. ബറേലി ഷെരീഫിൽ ഞാൻ പറഞ്ഞല്ലോ ഉറുദുവിന്റെ ചങ്കിരച്ചോരയാണ്. ഉറുദു നായത്തെ ഷെരീഫ്, അതിൽ നിന്നൊക്കെ നായത്തെ ഷെരീഫ് കൂടുതൽ കേൾക്കുമ്പം ബറേലി ഷെരീഫിൽ മറോട്ട് എടുക്കുന്ന മഹാണ്ടല്ലോ ഇമാം അഹമ്മദ് റിള ഖാൻ ബറേലവി തങ്ങളായിട്ട് ഒരു ടച്ച് എനിക്കുണ്ട്. അപ്പോൾ അവിടുത്തെ സിയാറത്ത് ചെയ്യണം നല്ലൊരു ആഗ്രഹവും. പിന്നെ നാഷണൽ സാഹിത്യോത്സവം അവിടെയും പാടി ആകുമ്പോൾ നമ്മളാ ഒരു കഴിവ് എന്ന് വെച്ചാൽ നമ്മളെ ഉറുദു പാട്ടിലുള്ള ഒരു ടാലൻറ്റ് അവിടെ പെർഫോം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നാഷണൽ സാഹിത്യോത്സവത്തിൽ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ എന്തായാലും അതിന് ട്രൈ ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങളെ ആഗ്രഹം അതുപോലെ തന്നെ നടക്കട്ടെ. ഇപ്പം സാഹിത്യോത്സവ വേദി കഴിഞ്ഞു, മദ്ഹ് വേദിയിലേക്കുള്ള ഹാഫിൽ ഷബീർ അലിയും സംഘവും ആ രീതിയിലാണ് കൂടുതൽ വരാറുള്ളത്. ഒരു 3 സംഘം ഉണ്ട്. ആ 3 സംഘത്തിലേക്ക് വരാം. മദ്ഹ് വേദിയിലേക്ക് എത്തുമ്പം എങ്ങനെയാണ് മദ്ഹ് വേദിയിലേക്കുള്ള ഒരു ആരുടെ കൂടെയാണ് കൂടുതൽ പാടിയിട്ടുണ്ടാവുക? ഈ 3 സംഘമായിരിക്കും. ആരുടെ കൂടെയാണ് ആദ്യത്തെ ഒരു മദ്ഹ് വേദി എന്ന് പറയുന്നത്? ആദ്യത്തെ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ട് മൈക്ക് എടുക്കണത് ഇവിടെ അതിൻ്റെ സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരു വാർഷിക പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ വന്ന വർഷം മുതലാണ് അത് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നണേ. 2-3 വർഷം കണ്ടിന്യൂറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ വേദിയിലാണ് ഞാൻ ആദ്യമായിട്ട് മൈക്ക് എടുക്കുന്നത്. അന്ന് അമ്പിയാക്കളിൽ രാജസീതർ എന്നിട്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടുണ്ട്. പഴയ കാലത്തെ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. ആണെങ്കിൽ 2 പേര് പാടൊക്കെ ചെയ്യാം. എന്ന് വെച്ചാൽ പാടാ അതൊക്കെ അതിനോട് വരും. ഇത് മതി ഇങ്ങനെ പാട് ആ ഒരു ചടങ്ങാക്കി എടുക്കണ്ട. ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ വന്നു പോകും. ഇടയിൽ കൂടെ വന്നാൽ മതി. അപ്പോൾ ആ ഒരു പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത് ഒരു മൈക്ക് എടുത്ത് പാടിയിട്ടുള്ളത്. പിന്നെ നാട്ടിൽ നബിദിന പരിപാടികളും അങ്ങനെ ചെറുതായിട്ടൊക്കെ ഓരോ ഇങ്ങനെ തലട്ട് പോവും. പിന്നെ എനിക്കൊരു വേദി
സത്യം പറഞ്ഞ ഉസ്താദ് തന്നെയാണ് ഒരുക്കി തരുന്നത്. ഇവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആനക്കര ആ ഭാഗത്തെങ്ങാനും ഏതോ ഒരു കറക്റ്റ് ഹാജിയുടെ പേരൊന്നും ഞാൻ ഓർക്കണില്ല, കാരണം അത്രയും ചെറുപ്പത്തിലാണ്. അത്രയും ചെറുപ്പത്തിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഉസ്താദിൻ്റെ ഉപ്പാൻ്റെ ആടിനെ വിളിച്ചു പറഞ്ഞില്ലേ, അതിൻ്റെ മുമ്പാണ് ഈ സംഭവം. എന്നുവെച്ചാൽ അത് ആ റബി ലെവലിൽ തന്നെയാണ് ഈ സംഭവം. അപ്പോൾ നമ്മളെ ഹിഫ്ലിൻ്റെ ടീമിൻ്റെ കൂടെ, അന്ന് ഹിഫ്ലിലൊന്നും വന്നിട്ടില്ല കേട്ടോ, ഹിഫ്ലിൻ്റെ ടീമിൻ്റെ കൂടെ എനിക്കൊരു പരിപാടിക്ക് അവസരം കിട്ടി. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ബുർദാവേദി മധുവേദി ആയിട്ട്. അതിൻ്റെ ബാക്കിൽ ഉസ്താദ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എന്തിൻ്റെയും ബാക്കിൽ ഫസ്റ്റ് തള്ളു ഉസ്താദിൻ്റെ അടുത്ത് നിൽക്കും. അതങ്ങനെ തന്നെ നിന്ന് പോട്ടെ. കാരണം ഉസ്താദിന്റെ അനുഗ്രഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണാണല്ലോ ധൈര്യം നമ്മുടെ. അതുണ്ടായതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പോണത്. അത് ഇനിയും വേണം, ഇനി ഉണ്ടാവും ചെയ്യും. അപ്പം മധുവിന്റെ വേദിയിലേക്ക് വരുമ്പോൾ കൂടുതൽ ആളുകളും അത് ഷബീർ ഉസ്താദ് അത് പാടുന്നത് കേട്ടിട്ടുണ്ട്, വേറെ പലരും പാടുമ്പോൾ അത് കൊട്ടുന്നത് കേട്ടിട്ടുണ്ട്. ചില സമയത്ത് ഇത് രണ്ടും ഒരാൾ ചെയ്യണ കേട്ടിട്ടുണ്ട്. പാട്ടും ഒരാൾ പാടുന്നത്, കൊട്ടലും ഒരാൾ ഡ്യുവൽ ടാലന്റ്, മൾട്ടി ടാലന്റ് നോക്കാം. അതെങ്ങനെയാണ് സംഭവം? ഒരേ സമയം രണ്ട് സാധനത്തിൽ രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട സാധനങ്ങളാണ്. രണ്ടിലും ഏതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പോയി. കൊട്ടു പോയി കഴിഞ്ഞാൽ പാട്ടിന്റെ താളം മാറും. പാട്ടിന്റെ താളത്തിന് ശ്രദ്ധിക്കും വേണം, കൊട്ടു ശ്രദ്ധിക്കണം. ഇത് രണ്ടും ചെയ്യുന്നത് ഒരൊറ്റ ആളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മായാജാലം കാണിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ അതിന്റെ കമന്റുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതെന്തൊരു മനുഷ്യനാണ്, അപ്പം ആളുകൾ ഇതെന്തോ വലിയൊരു മായാജാലക്കാരനായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഇതിങ്ങനെ കൊട്ടും പാടും പാടുമാണല്ലോ. അതിൽ ആ ഒരു സംഭവത്തിൽ തുടക്കം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അതായത് എൻ്റെ പണ്ടത്തെ ഒരു പതിവ്, ഞാൻ ബ്ലൈൻഡിൽ ചേർന്ന ഒരു സമയം മുതൽ തന്നെ എൻ്റെ ഒരു പതിവുണ്ട്. ഞാൻ ഡെസ്കുമ്മനെ കൊട്ടിയാണ്ട് പാട്ടാടും. അവിടെ അപ്പുറത്ത് ക്ലാസ്സൊക്കെ നടക്കണ്ടാവും, എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മളെ സാധനം എടുക്കും. അവിടെ ഇരുന്ന് ഇങ്ങനെ കൊട്ടി പാട്ടാടും. അയിമെന്നാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഗതി വരുന്നത്. ആര് 1ാം ക്ലാസ്സിലെ കൊട്ടിപ്പാട്ട്, ഡെസ്കുമുള്ള ഒരു അടി, അയിമെന്നൊക്കെയാണ് ഈ ഒരു സംഗതി വരുന്നത്. പിന്നെ ഇപ്പം അത് ഒരു ദഫ് മുട്ടിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹിഫ്ദിലെത്തിയതിൻ്റെ ശേഷം ഉസ്താദ്മാരൊക്കെ പറയലുണ്ട് മുട്ടിപ്പാട്ട് കുറച്ച് അധികമാണ് അറിയലുണ്ട്. അപ്പോൾ ഹിഫ്ദിലെത്തിയതിൻ്റെ ശേഷം എനിക്ക് ഈ ശീലം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഈ ശീലം അവിടെ നിന്ന് ഉണ്ടായിരുന്നു. ഈ ഡെസ്കുമ്മ അന്ന് ദഫ് മുട്ടണതിൻ്റെ ബാലപാഠം ഒന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ ഞാനങ്ങനെ ഒഫീഷ്യലായിട്ട് ഇരുന്ന് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി ചെറുതായിട്ട് ഓരോരുത്തർ കയ്യിൽ നിന്ന് ഇങ്ങനെ അതിപ്പോൾ എങ്ങനെ വരിക, ആ ഒരു സൗണ്ട് എങ്ങനെ വരിക, ആ ഒരു ബേസ് വോയിസ് എങ്ങനെ വരിക, ആ സംഗതിയൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടും ചിലരൊക്കെ എനിക്ക് കാണിച്ചു തരാനുള്ള റിസ്ക് എടുത്തു. അങ്ങനെ എൻ്റെ കൂട്ടുകാരൊരു സപ്പോർട്ടിൽ നിന്ന് വന്നതാണ് ആ ഒരു സംഗതി, മുട്ടുക എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഡെസ്കുമുള്ള അടി പാടിയിട്ടും മുട്ടിയിട്ട് രണ്ടും പാടം ഒപ്പാണ്. അപ്പോൾ ഈ ഒരു സംഗതി എല്ലാം പാടോണ്ട് ഒത്തുചേരുമ്പോൾ അത്രേ. പിന്നെ നിങ്ങളെ മധുവേദിയിൽ കൂടുതലും സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെത്രയും സപ്പോർട്ട് ചെയ്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂവർ സംഘമാണ്. ആ മൂവർ സംഘത്തിനെ പറ്റിയിട്ട്, ആ മൂവർ സംഘത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം അതിൽ നമ്മളെ മുബഷിർ ഉസ്താദ് പെരുന്താറ്റിരി, അതനി ഉസ്താദ്, അതുപോലെ നമ്മൾ അസദ് പൂക്കോട്ടൂർ, ഇവരൊക്കെ ടാലന്റ് നമുക്ക് അറിയണതാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു ഇതായിട്ട് എനിക്കിങ്ങനെ ഞാൻ എന്നുവെച്ചാൽ ഈ ക്യാമറക്ക് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടാക്കിയല്ല, എൻ്റെ ഒരു റിയൽ ഫീൽ പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും പ്രൗഡ് തോന്നാറുണ്ട്, ചിലപ്പം പ്രൗഡ് തോന്നാറുണ്ട്, ചിലപ്പോൾ ഒരു ചടപ്പ് തോന്നലുണ്ട്. ചടപ്പ് തോന്നലെപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് ഇവരെ പെർഫോമൻസിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയണമല്ലോ. എൻ്റെ അത് എവിടെങ്കിലും വെച്ച് കൊളായി കഴിഞ്ഞാൽ പഠിച്ചവൻ ആരെ മുന്നപ്പോൾ ഞാൻ കൊളാക്കിയത് എന്നുള്ളൊരു ചടപ്പ് ആ സാധനം കയറിയുണ്ട്. സത്യം പറയാ, ഈ എന്നുവെച്ചാൽ മുബഷിർ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചങ്കും കറലും എന്നുള്ളൊരു കോലത്തിലാണ്. പക്ഷെ മൂപ്പരെ കഴിവിനെ ഞാൻ അത്രക്ക് ബഹുമാനിക്കുന്നുണ്ട്. മൂപ്പര് അസദിൻ്റെ ഒക്കെ ഓരോ ടാലന്റിനെ ഞാൻ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്. അതിൽ നിന്നുണ്ടാവുന്ന ഒരു ചടപ്പാണ് കാര്യം. കൊളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തതിപ്പോൾ വരെ മുന്നിൽ നിന്ന് ആ ഒരു സാധനം കണ്ട് കയറി വരും.
ഇതിനൊരു ഈ മൂവർ സംഘത്തിനൊരു മെയിൻ ഒരാളും കൂടി ഉണ്ട്. ഇപ്പം മതിലിറങ്ങുന്ന പാട്ടുകളിലാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും പകരം വെക്കാനില്ലാത്ത ഒരാള്, രാജാവ് എന്നൊക്കെ പറയുന്നത്. ആ മെയിൻ ആളും ഈ മൂവർ സംഘവും ഹബീബ് സഅദി ഉസ്താദ്, മുബഷിർ ഉസ്താദ്, അസദ് അബ്ദുൽ അസദ് ഉസ്താദ്, ഷബീർ ഉസ്താദ്, ഈ നാലാൾക്കാര്, ഈ നാലാൾക്കാരുടെ ഒരു കോംബോ അത് ഭയങ്കര രസമാണ്. കാരണം നമ്മൾ അബീബുസ്ഥാനെ മാഷാ അല്ലാഹ് നമ്മളൊരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. ബാക്കി രണ്ടാളും ഞങ്ങളെ ലിസ്റ്റിലുള്ളതാണ്, വേഗം നമുക്ക് ഓരും വിളിക്കാം. അപ്പം ആ ഒരു കോംബോ നിങ്ങൾ റെക്കോർഡിങ് സമയത്താണെങ്കിലും പാട്ടുകൾ എഴുതുന്ന സമയത്ത്, അതിന് കമ്പോസ് ചെയ്യുന്ന സമയത്ത്, റെക്കോർഡിങ് സമയത്തൊക്കെ ഉണ്ടാകുന്ന കുറെ രസകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവും. കാരണം ഒറ്റയടിക്കാണ് പോയിട്ട് പാടണല്ലോ. ഇപ്പം പല വരികളും ഇപ്പൊ അബീബുസ്ഥാന്റെ ചില വരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദമക്ക് ചമക്കിലൊക്കെ ഉള്ള വരികളൊക്കെ ഓർമ്മ ഉണ്ടാവും. ഒരു ആ സംഗതികളൊക്കെ. അപ്പൊ അതൊക്കെ വരുമ്പോ ആകാംക്ഷയോട് ചോദിച്ചിട്ടുണ്ടാവും മേ ബി ഇതെങ്ങനെയാണ്, എന്താണ് സംഭവം എന്നുള്ളത് വിവരണവും അബീബുസ്ഥാന്റെ വിവരണവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഉണ്ടാവണ കുറെ രസകരമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവും. എന്നുവെച്ചാല് ഉസ്താദിന്റെ വരികളെ പറ്റി പറയുകയാണെങ്കിൽ ഉസ്താദ് അങ്ങനെ എഡിറ്റിങ് നടത്തിയോണ്ടിരിക്കും. ഇടക്കിടക്ക് എഡിറ്റിങ് വരും. എന്നുവെച്ചാൽ ഞങ്ങൾ തന്നെ ഇപ്പം നമ്മളെ ഏതാ പാട്ട്, ഉലിദൽ ഹുദ എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ അത് ഇവിടെ മലപ്പുറത്ത് സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. അപ്പം ഞാനും അസദും ബഷീർസാക്ക് അങ്ങനെ പറയണ്ടായിരുന്നേ, ഇതിപ്പം വല്ല മമ്പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പാട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഉസ്താദ് എഡിറ്റിംഗ് തന്നെ നടത്തിയോണ്ട് നിൽക്കും. അപ്പോൾ സംഗതി ആ ഒരു സമയത്ത് ഭയങ്കര രസമാണത്. എന്നുവെച്ചാൽ പെട്ടെന്ന് വരി മാറുമ്പോൾ ഒക്കെ ഉള്ള ഒരു എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ ഒരു ഫണ്ണി മൂഡിലെടുക്കുന്ന ഒരു ടൈപ്പാണ്. സാധാരണ സീരിയസ് ആയിട്ട് പറയുമ്പോഴും എന്ന് വെച്ചാൽ ഇങ്ങനൊരു സാധനം അവിടെ കൊണ്ടുവരും. ഇത് പിന്നെ കുറച്ചുപാടെ ദൂരം ഉണ്ടെങ്കിൽ ഈ പാട്ടന്നാണ്ട് മാറിപ്പോന്നുള്ളൊരു സംഗതി. അങ്ങനെ ഈ ഉസ്താദിന്റെ വരികളെ പറ്റിയിട്ട് എങ്ങനെയാണ്? ഇപ്പം യാഹു ആണെങ്കിലും ദമക്ക് ചമക്കാണെങ്കിലും ഒക്കെ ഒരു ഭയങ്കരമായ ഒരു സാധനം, ഭയങ്കര ഒരു അർത്ഥം ഒരു 4 വരിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കുറേ ഉണ്ടാവും, പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും. ആ 2 വരിന്റെ ഉള്ളിൽ ഒതുക്കുക എന്നുള്ള ഉസ്താദിന്റെ വല്ലാത്ത കഴിവാണ്. ഇപ്പം മുബഷിർ ഉസ്താദും ഒരിക്കൽ സാഹിത്യോത്സവത്തിന്റെ വിഷയത്തിൽ നല്ല ട്രെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മുബഷിർ ഉസ്താദ്. മുബഷിർ ഉസ്താദിനോട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഉസ്താദ് എന്നോട് പറയാറുണ്ട്, അബി ഉസ്താദ് എന്താണ് പാട്ടെഴുത്തിൽ പകരം വെക്കാനില്ലാത്തൊരു രാജാവാണ് മുബഷിർ ഉസ്താദ് എപ്പോഴും എന്നോട് പറയാറുണ്ട്. അപ്പം വരികളെ പറ്റി സത്യം പറഞ്ഞൊക്കെ പറയാറില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പൊ മുബഷിർ ഉസ്താദ് എഴുതലുണ്ട്, നമുക്കറിയാം, പാട്ട് എഴുതൽ ഒരുപാട്, എന്താ പറയാ, ഉള്ളു കവർന്ന കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഉള്ളു കവർന്ന കുറെ പാട്ടുകൾ, മതഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷബീർ ഉസ്താദിന് അങ്ങനെ എന്തെങ്കിലും ഒരു വാസനയും കൂടി ഒരു എഴുത്തിലേക്കുള്ളൊരു ചെറുതായിട്ടൊരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാല് അത് ഒരു പാട്ടേ എഴുതിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് പാട്ട് എഴുതാനുള്ളൊരു മൂഡ് വല്ലാതെ അങ്ങോട്ട് വരലില്ല. പക്ഷെ വന്നാൽ പിന്നെ മെല്ലെ എങ്ങനെ എഴുതും, അത് കൊളായ അത് ഒഴിവാക്കും, പിന്നെ ആ മൂഡ് പോവും. അങ്ങനെ ഒരു അവസ്ഥ, പെട്ടെന്ന് മാറണ മൂഡാണ്. അതാണ്. പക്ഷെ ഈ ഒരു പാട്ടിന് എന്താന്നറിയില്ല, അങ്ങനെ ഒത്തു വന്നു. ആ ഒത്തു വന്ന പാട്ടൊന്ന് ജസ്റ്റ് നാലുവരി. സുമമേ സുഖമേ തിരുസേദി സുബ്ഹാന്റെ സ്നേഹവാരിധി. സുമമേ സുഖമേ തിരുസേദി സുബ്ഹാന്റെ സ്നേഹവാരിധി. പരമ്പൊരുൾ മദിനൂറ പരനരുളിയ ഖൈറ പതിമക്കയുദിച്ചേല പദവികളതു മഴല പനിനീർ പോലെ ഗന്ധം പരമാനന്ദബന്ധം കരുണയൊഴുക്കി കലിമ മുഴക്കി പാവനദീനേകി യാനബി യാനബി നസറേ കരം कर दीजे हम पे आशा है उमम या नबी नजरे करम कर दीजे हम पे आशा है उमम. ഇതിപ്പം ഞാനും മുബഷിർ ഉസ്താദും പാടിയിട്ട് നഷീദ മീഡിയ എന്നൊരു ചാനൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു.
അതാണ്. വേറെ പാട്ടുകൾ എഴുതാൻ നോക്കിയിട്ടുണ്ടോ? പാട്ടുകൾ എഴുതാനൊക്കെ നോക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് എഴുതായിരുന്നു. ഇപ്പം വരികളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരുന്നു. എന്താണ് സ്ഥാപനത്തിനെ പറ്റിയൊരു പാട്ട് എഴുതിയിരുന്നു, മഴദിനിന്മാടി തട്ടിൽ. അതിനൊരു പാട്ടൊക്കെ വരി വലിയ ഓർമ്മയില്ല. അതിനൊരു പാട്ടൊക്കെ എഴുതിയിരുന്നു ചെറുപ്പത്തില്. ചെറുപ്പത്തില് പറഞ്ഞ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആ ഒരു പ്രായത്തില്. ഇനി എഴുതാൻ വല്ല പ്ലാനും പുതിയതായിട്ട് മനസ്സിൽ വരണോ? ആ ഒരു മൂഡ് വരണം, സാധനം വരണോ? ഓക്കെ, അതിലേക്ക് വരണം. അപ്പൊ നമ്മള് കൊട്ടും പാട്ടും ഒരുമിച്ച് പറഞ്ഞു. നിങ്ങളെ ഈ മതഗാന വേദികളിലും സാഹിത്യോത്സവങ്ങളിലെ വേദികളിലും ഇപ്പൊ റംസാനിലെ ഖുത്ബോധുന്നും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ വിളിക്കലും അനുമോദിക്കലും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ അനുമോദിച്ചതിൽ ഈ അടുത്ത് ഇങ്ങനെ കണ്ടൊരു ഹൃദയസ്പർശിയായിട്ടുള്ളൊരു പോസ്റ്റ് ആയിരുന്നു. ഒരാൾ വന്ന് കണ്ട് സംസാരിച്ച് അയാൾ നിങ്ങളെ ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചു തന്നു. കൊണ്ടോട്ടിക്കാരൻ ബാപ്പുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിങ്ങളെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു യാത്രനെ പറ്റിയിട്ടും ബാപ്പുട്ടിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. കൊണ്ടോട്ടി ഡയാലിസിസ് സെൻ്ററിൽ ഇപ്പോൾ ഞങ്ങൾ ഏബിൾ വേൾഡിലെ കുറച്ച് ആൾക്കാർക്ക് ഒരു നോമ്പുണ്ടായിരുന്നു. അപ്പം അവിടെ ഞങ്ങളും പിന്നെ ഒരുപാട് അറിയപ്പെട്ട ഒരുപാട് ആൾക്കാർ ആണ്ട് വന്നിരുന്നു. അപ്പോൾ നിങ്ങളെന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി തന്നതാണ് ഈ കൊണ്ടോട്ടിക്കാരൻ ബാപ്പുട്ടിനെ. അൽഹംദുലില്ലാ അത് നല്ലൊരു ബന്ധമായി മാറി. അവിടുന്ന് മൂപ്പര് എന്താ പറയുക, മൂപ്പര് നിങ്ങൾ പാട്ടുകാരനാന്നുള്ള നിലക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി. മൂപ്പരും പാട്ടുകാരനാണല്ലോ, മൂപ്പര് പാടും ചെയ്യും. അപ്പം പാട്ടുകാരനെന്നുള്ള നിലക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി. അപ്പം മൂപ്പര് എന്നോട് ഹറമിൽ പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഒറ്റ ചോദിക്കല് ഇല്ല പറഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു കാര്യം നോക്കിക്കൂടെയെന്ന് ചോദിച്ചു. ഒക്കെ സ്പീഡാണ്, ഒക്കെ വെരി ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നം കാണുക എന്നുള്ളതിലപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്തിപ്പെടാൻ പറ്റാത്തൊരു ഒരു ഇതായിട്ടാണ് ഞാൻ. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് പോയിട്ടൊന്ന് മധു പാടുക. ഇപ്പൊ നിങ്ങള് കഴിഞ്ഞ അപ്ഡേറ്റിന്റെ വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ മദീനത്ത് പോയെന്ന് മധു പാടണമെന്ന്. ശരിക്കും അതിൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സ്വപ്നം ഇത്ര സിമ്പിളായിട്ട് അങ്ങോട്ട് സാക്ഷാത്കരിച്ചു. ആ ഒരു ഭാഗ്യം അൽഹംദുലില്ലാ. പിന്നെ അതിന്റെ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നു. ഞങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധുവായി മാറി. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതിനൊരു നിമിത്തമായത് ഞാനാണ്. കാരണം ഞാൻ അതൊക്കെ നേരിട്ട് കണ്ട മനുഷ്യനാണ്. കാരണം ഞാനാണ് നിങ്ങളെ പരിപാടിക്ക് കൊണ്ടുപോയതും നിങ്ങളെ ബാബുട്ടിനായിട്ട് കണക്ട് ചെയ്ത് തരുന്നത് ഞാനാണ്. അതിന്റെ പ്രതിഫലമൊക്കെ തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെയാണ് ആ ഉംറ യാത്ര സഫലീകരിച്ചത് അല്ലേ? അവിടെ മദീനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞറിയിക്കാനല്ല പറ്റാത്തൊരു എന്നുവെച്ചാൽ അതൊരു തരം വികാരമാണ് മദീന. എന്നുവെച്ചാൽ നമ്മളവിടെ നിന്ന് വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും നമുക്ക് എന്താ പറയാ, നമ്മളവിടെ പിടിച്ചു വലിക്കണ ആ ഒരു പ്രത്യേക ഫീല് കൂടുതൽ പറയാൻ കഴിയൂല. അത്തരത്തിലുള്ളൊരു വികാരമാണ്, ഭയങ്കര ഒരു വികാരമാണ്. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നിങ്ങള് സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോൾ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്, കുറെയൊക്കെ അപ്ഡേറ്റഡ് ആണ്. ഇതെങ്ങനെയാണ് ഈ സാധനം യൂസ് ചെയ്യണത്? ആരെങ്കിലും ഒറ്റയ്ക്ക് തന്നെയാണോ അതോ നിങ്ങള് എന്നുവെച്ചാൽ കുറെ കാര്യങ്ങൾ ഞാൻ ഒറ്റക്കാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതെന്ന് പറഞ്ഞാൽ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫോൺ എടുത്തോളി. ഫോണില് ഇതാണ് വിശ്വവിഖ്യാതമായ ഫോൺ, ഇതാണ് വിശ്വവിഖ്യാതമായ OnePlus Nord 4. സ്വന്തം പൈസക്ക് വാങ്ങിയതാട്ടോ, അത് എടുത്തു പറഞ്ഞോളി. അപ്പം ഇതിപ്പോൾ ഞാൻ ഫിംഗർ വെച്ച് തുറന്നു. ഇതിൻ്റെ സെറ്റപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി അപ്പം എല്ലാ ഫോണിലും ഉള്ളതാണ്. അപ്പം ഐഫോണിൻ്റെ കേസ് ആണെങ്കിൽ ഐഫോണിൽ വോയിസ് ഓവർ അങ്ങനെ യൂസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ആൾക്കാരാണ്. ഐഫോൺ വിരോധിയാ? കായില്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ല, ഐഫോണിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ അടുത്ത് അതെടുക്കാനുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ S25 Ultra എന്തെങ്കിലും എടുക്കും. ഐഫോണിനോട് വലിയ കമ്പല്ല, നമുക്ക് ആൻഡ്രോയിഡ് മതി. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റെ കുറച്ച് തെണ്ടിത്തിരിയും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡിലേ നടക്കുള്ളൂ. ഓഡിയോ എഡിറ്റ് ഒക്കെ ചെയ്യാറുണ്ട് ചെറുതായിട്ട്. അപ്പം ഇപ്പൊ ഞാൻ ഐഫോൺ വാങ്ങി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തരൂലട്ടാ.
ഈ വീഡിയോ ഇറങ്ങുമ്പോഴേ ഷബീർ ഉസ്താദിന്റെ ഒരു ഐഫോൺ ആരെങ്കിലും ഒക്കെ വാങ്ങി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തരൂല. അത് എനിക്ക് ലാപ്പാക്കി തന്നാൽ മതി. എനിക്ക് വേണ്ടിയത് ഇപ്പോൾ അതാണ്, ലാപ്പ്. അതെ, ഓക്കെ. ഇതിൽ ഇൻസ്റ്റ ചെയ്യൽ എങ്ങനെയാ നിങ്ങൾ പോസ്റ്റ്? നോർമലാണ്, പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്നുള്ളൊരു പോസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ടോക്ക് ബാക്ക് കണ്ടൊരു സംഗതി ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സൗണ്ട് കുറച്ചിട്ടാണല്ലേ, നാട്ടുകാരെ കേൾപ്പിക്കണ്ടല്ലോ വെച്ചിട്ട് ഇതിനും വേണ്ടി കൂട്ടി തരാം. ആർക്കൊന്നും തിരിയണില്ലല്ലോ, എനിക്കും തിരിയണില്ല. വെച്ചാല് ഇത് ഇപ്പം ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പറയണ കിട്ടിയല്ലേ, ഇത് നമ്മൾ സ്ക്രീനിൽ ഒരു തവണ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ മെസ്സേജ്, ഇപ്പോൾ പുതിയ മെസ്സേജ് ആർക്കെങ്കിലും സെൻഡ് അയക്കാനുള്ള, നമ്മൾ സെർച്ച് ചെയ്ത് അയക്കാനുള്ള ഒരു സെറ്റപ്പ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതുവരെ എടുത്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ന്യൂ മെസ്സേജ് എന്ന് പറഞ്ഞ് അത് ആ ഒരു സ്ഥലത്ത് തന്നെ, ആ ഒരു സ്ഥലത്ത് ആവണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ ഓപ്പൺ ആയി. ഇനിയിപ്പം ഒരു പുതിയ മെസ്സേജ് അയക്കാനുള്ള എല്ലാവിധ സെറ്റപ്പുകളും ഇവിടെ ഉണ്ട്. ഗ്രൂപ്പ് ചാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംഗതികളൊക്കെ ഉണ്ട്. ഞാനിപ്പം പോസ്റ്റ് ചെയ്ത് കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് ടോക്ക് ബാക്ക് എന്നുള്ള സിസ്റ്റം വെച്ചിട്ടാണ് മെയിൻലി നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നത്. സംഗതി കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ ഇൻബോക്സിൽ ഇയാളിപ്പോൾ എനിക്ക് 2 ദിവസം മുമ്പ് റിക്വസ്റ്റിൽ എൻ്റെ മെസ്സേജ് റിക്വസ്റ്റിൽ കിടന്നിരുന്ന ആളാണ്. ആള് സലാം പറഞ്ഞ്, അപ്പോൾ ഞാനിങ്ങനെ സലാം മടക്കി റിപ്ലൈ കൊടുത്തു. ആളെ ഇത് എടുക്കുകയാണ്, ആളെ ചാറ്റ് എടുക്കുക. ആളിപ്പം എന്താ മെസ്സേജ് അയച്ചത് എനിക്കറിയില്ല. ഉസ്താദെ ഞാൻ നിങ്ങളുടെ കൂടെ സ്റ്റേറ്റിൽ മത്സരിക്കാനുണ്ടായിരുന്നു. അതപ്പോൾ പറഞ്ഞേ അല്ലേ, നോക്കിക്കോളി. ഒരു മെസ്സേജ് അതാണ്. അതെ, പിന്നെ കവാലി കേട്ടു ലിറിക്സ് ഇട്ടാനാണ് മൂപ്പര് ചോദിച്ചിരിക്കണത്. ഞാൻ റിപ്ലൈ പിന്നെ കൊടുക്കാം. എന്ന് വെച്ചാൽ ലിറിക്സ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം, മൊത്തത്തിൽ കുറെ കാര്യങ്ങൾ എഴുതാണ്ട്. ലോക്കായി. അങ്ങനെയാണ് ഫോണിന്റെ ഉപയോഗം, ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ഭിന്നശേഷി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിത്വം ഉള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഈ ലോകത്തിന് മുന്നിലേക്ക് വരാതെ ഇപ്പം എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ അത് അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഓലോട് ഷബീർ ഉസ്താദിന് എന്താണ് പറയാനുള്ളത്? ഇപ്പം കുറച്ചായിട്ട് ഇപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ എന്താ പറയുക കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ അടുത്തിൽ അങ്ങനത്തെ കുറേ ആൾക്കാർ കുറഞ്ഞു വരുന്നുണ്ട്. അൽഹംദുലില്ലാ, വലിയൊരു എന്താ പറയുക, വലിയൊരു വിപ്ലവാത്മകമായ മാറ്റം തന്നെയാണ് അത്. എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മളിങ്ങനെ എനിക്കും കണ്ണാണൂല, ആ ഒരു കുറവിനെ എന്താ പറയുക, അതിന് പർവ്വതീകരിക്കണോണ്ട് കാര്യമില്ല. കുറവ് തന്നെയാണ്, പക്ഷെ അത് എന്താ പറയുക മറികടക്കാനുള്ള വഴി എന്താണ്, അതാണ് ഇപ്പം നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു നിലക്ക് ഇപ്പം എല്ലാവരും ഇപ്പം എന്താ പറയുക വലിയ പഠിച്ച് മുന്നേറി അങ്ങനെ സെറ്റായിക്കോളണമെന്നൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ടാലൻ്റാണ്. അപ്പം നമ്മളെ ടാലൻറ്റ്, നമ്മളെ ഉള്ളിൽ കിടക്കുന്ന നമ്മളെ കഴിവ് ഇപ്പം ഈ ഒരു നമ്മളെ പരിമിതിയും കൂടെ, നമുക്ക് കുറച്ച് പരിമിതിയും കൂടെ ഉള്ള ആൾക്കാരാണല്ലോ. അത് നമ്മളുള്ളിൽ കിടക്കുന്ന കഴിവ് എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഒരുപാട് സാധ്യതകൾ ഇപ്പം എന്തായാലും ഉണ്ട്. കാഴ്ചയില്ലാത്തവർക്കാണെങ്കിലും മറ്റ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരുപാട് അവസരങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്താ പറയുക നമുക്കൊക്കെ മുന്നേറാനുള്ളൊരു മാർഗം. നമ്മളെ കഴിവുകൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമ്മളെ കഴിവ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് ഏത് നിലക്കാണെങ്കിലും. ഒരുപാട് കാര്യങ്ങൾ ഷബീർ ഉസ്താദിനായിട്ട് സംസാരിച്ചു. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്ലാനും ഇല്ലാണ്ട് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണിത്. ഷബീർ ഉസ്താദ് നമുക്ക് കിട്ടിയപ്പം ആളെ വിളിച്ച് ഇൻ്റർവ്യൂ എടുത്തു. ഈ കാണുന്ന പോലെ തന്നെയാണ് ആളെപ്പോഴും ചിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ നർമ്മം കലർത്തിയിട്ട് സംസാരിക്കാത്തൊരു നേരം ഞാൻ മൂപ്പരുത് കണ്ടിട്ടില്ല. ഞാൻ കണ്ട സമയങ്ങളിലൊക്കെ ഇവർ കുറേ ഇതിൽ ഇപ്പോൾ ഏബിൾ വേൾഡിനെ പറ്റി പറയുമ്പോൾ, ഇപ്പം ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏബിൾ വേൾഡിനാണെങ്കിൽ പോലും ഞാൻ കണ്ടപ്പോഴും നമ്മൾ പരിപാടികളിലാണെങ്കിലും എവിടെയാണെങ്കിലും മൂപ്പര് ഇത്ര കൂളാണ്. ഒരുപാട് ജാടല്ല. ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞ് ഷബീർ ഉസ്താദ് നിങ്ങൾ കൊണ്ടുവരണം. ഞാൻ ഇൻട്രോ അല്ലാതെ പറഞ്ഞത്, നമ്മളൊരു വീഡിയോ ഇട്ടപ്പം നിങ്ങൾ ഷബീർ ഉസ്താദിന് ഇൻ്റർവ്യൂ ചെയ്യുമോ
ഷബീർ ഉസ്താദ് ഇന്റർവ്യൂയിലേക്ക് വിളിക്കി എന്നൊക്കെ പറഞ്ഞു. ഷബീർ ഉസ്താദിനെ കൊണ്ടുവരൂ. അതെ, ഷബീർ ഉസ്താദിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണാണ് ഷബീർ ഉസ്താദ്. ഇതാണ് ആ മഹാപ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ചിരിച്ചു സംസാരിച്ച് കളിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇതിൻ്റെ ഇടയിൽ കാമ്പുള്ള കുറേ കാര്യങ്ങൾ മൂപ്പര് സംസാരിച്ചു. കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായി. ഇനി ഷബീർ ഉസ്താദിനെ കിട്ടിയ സ്ഥിതിക്ക് ഒരു പാട്ട് പാടിക്കാതെ നമുക്ക് വിടാൻ പറ്റില്ല. നേരത്തെ നമ്മളൊരു ചെറിയ പാട്ട് പാടിപ്പിച്ചു, എന്നാലും എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാട്ട്, കുറേ പാട്ടുണ്ടാവും ഷബീർ ഉസ്താദ്, അതിനൊന്നും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഷബീർ ഉസ്താദിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട്, കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, ആ പാട്ടിലൂടെ നമുക്കാണ് നിർത്താം. പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട പാട്ട് പാടാനല്ലേ, അതുകൊണ്ട് ഞാൻ പറയണേ, ഞാൻ പറഞ്ഞല്ലേ ഉറുദു പാട്ട് ആ ഒരു സംഗതി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതന്നെ അങ്ങോട്ട് പാടാം. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട്. നിങ്ങളെ കവാലി പാടിപ്പിക്കണം നിങ്ങണ്ട്, പിന്നെ അതിന് നിങ്ങൾക്ക് കോറസും വരും. കോറസ് ഇട്ടരാ എനിക്ക് കഴിയാത്തോണ്ട് മാത്രം ഞാൻ അതിലേക്ക് പോകണില്ല. വെള്ളമിറങ്ങി പോകും. കോറസ് ഇട്ടരാ എനിക്ക് കഴിയട്ടെ, അതിന് പിന്നെ എനിക്ക് കഴിയാത്തോണ്ട് ഞാൻ അതിലേക്ക് പോണില്ല. നിങ്ങൾ പാടൂല? ഇല്ല ഇല്ല ഇല്ല, ഞാൻ പാടിയ പാടുപെടും. നിങ്ങൾ പാടിക്കോട്ടെ. कोई दुनिया अता में नहीं हमता तेरा हो जो हातिम को मुयस्सर ये नज़ारा तेरा कह उठे देख के बख्शिश मेरे रुतबा तेरा वाह क्या जूदो करम है शहेबतहा तेरा वाह क्या जूदो करम है शहेबतहा तेरा नहीं सुनता ही नहीं मांगने वाला तेरा नहीं सुनता ही नहीं मांगने वाला तेरा. ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഇതാരും എഴുതിയത് ആ ഒരു നിലക്ക് നോക്കാറുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇമാം അഹമ്മദ് റിള ഖാൻ തങ്ങൾ എൻ്റെ സ്വപ്നഭൂമി എന്നുള്ള നിലക്ക് പറഞ്ഞല്ലോ പറയല്. അവിടുത്തെ ആ ഒരു മഹാന്റെ വരികളാണ് ഇതിലെ അവസാനത്തെ 2 വരികൾ. പിന്നെ അതിനൊരു വിശദീകരണം എന്നുള്ള നിലക്ക് പാകിസ്ഥാനിലൊരു വലിയൊരു പണ്ഡിതനുണ്ട്, പീർ നസീറുദ്ദീൻ നസീർ ഷാ എന്ന് പറയും, വഫാത്തായി പോയ ആളാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വിശദീകരണം കൂടിയിട്ട് ഒക്കെപ്പാടെ കൂടിയുള്ളൊരു സംഗതിയാണ്. ഒക്കെപ്പാടെ കൂട്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഷബീർ ഉസ്താദായിട്ടുള്ള ഈ സംസാരം തൽക്കാലം നമ്മൾ ഒന്ന് നിർത്തുകയാണ്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. ഇനി അത് അടുത്തൊരു ഇതിൽ സംസാരിക്കാം. ഇന്നത്തെ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. അല്ല, അടുത്തേലും അടുത്തേൽ നമുക്ക് വീണ്ടും അടുത്തേൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആ ഒരു മൂർ സംഘമായിട്ടൊക്കെ നമുക്ക് ഇരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഷബീർ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയൊരാളും ഷബീർ ഉസ്താദും ഒക്കെ നല്ല സന്തോഷത്തിൽ റാഹത്തിലായിട്ട് ഇനി ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായിട്ട് ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ മനുഷ്യനോട് തന്നെ ജീവിച്ചോട്ടെ, ഒരു വെറൈറ്റി സാധനമായി തോന്നി. അപ്പോൾ അടുത്തൊരാളായിട്ട് വീണ്ടും പുതിയൊരു വിശേഷങ്ങളും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ അനീർ ഫ്രം മാദിൻ അപ്ഡേറ്റ്സ്.